വിട്ടുമാറാത്ത പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുവാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ക്യാൻസർ പോലത്തെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. സോ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിറ്റമിൻ സി കുറഞ്ഞാൽ നമ്മുടെ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കും. അവ എന്തൊക്കെയാണ്? അമിതമായിട്ട് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളോ അഥവാ സപ്ലിമെന്റ്സോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സൈഡ് എഫക്റ്റുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള വിറ്റമിനുകളിൽ ഒന്നാണ്. വിറ്റമിൻ സിയിൽ നമുക്ക് ധാരാളം ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുവാനും പല ചർമ്മ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും സ്കിന്ന് ഡ്രൈ ആവുന്നത് കൺട്രോൾ ചെയ്യുവാനും ഈ വിറ്റമിൻ സി നമ്മുടെ കൊളാജന്റെ പ്രൊഡക്ഷൻ വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ നമുക്ക് മാറ്റുവാനും ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് പ്രിവെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് ഇതുമൂലം സാധിക്കുന്നതാണ്. പല പിഗ്മെന്റേഷൻസിന്റെയും പല പാടുകളും മുഖക്കുരുവും ഒക്കെ കൺട്രോൾ ചെയ്യുവാനും നമുക്ക് ഇതുമൂലം സാധിക്കുന്നതാണ്. ഈ ഒരു കൊളാജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പേശികളുടെയും എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുകയുള്ളൂ. സ്കിന്നിന്റെ ഒരു കണ്ടീഷനിൽ വിറ്റമിൻ സി ഇത്രത്തോളം ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് പല കോസ്മെറ്റിക് പ്രൊഡക്ട്സിലും ഈ ഒരു വിറ്റമിൻ സി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ വിറ്റമിൻ സി നമ്മുടെ ബിപിനെ കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കൊളസ്ട്രോളിന്റെ മെറ്റബോളിസത്തിനും ഒക്കെ വളരെയധികം സഹായം നൽകുന്നുണ്ട്. യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അയണിന്റെ അബ്സോർപ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് നടക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ വിറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് ആണ് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊളാജൻ നമുക്ക് അത്യാവശ്യമാണ്. സോ വിറ്റമിൻ സി കുറവുണ്ടെങ്കിൽ നമുക്ക് മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാതെ വരികയും പല പ്രോബ്ലംസും നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാൻസർ പോലത്തെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന പല അസുഖങ്ങളെയും റിക്കറന്റ് ആയിട്ട് വരുന്ന ജലദോഷമാണെങ്കിലും പനിയാണെങ്കിലും കഫക്കെട്ടാണെങ്കിലും അതൊക്കെ പ്രിവെന്റ് ചെയ്യുവാനും നമുക്ക് ഈ ഒരു വിറ്റമിൻ സി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കോവിഡ് ഒക്കെ വന്നവരിൽ വിറ്റമിൻ സി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് പലരും അത് അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ അത്രയേറെ ഗുണങ്ങളാണ് ഈ ഒരു വിറ്റമിൻ സിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ വിറ്റമിൻ സി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും. അതുപോലെ തന്നെ വിറ്റമിൻ സി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ സ്കർവി പോലത്തെ ഒരു കണ്ടീഷൻ. സ്കർവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പല്ലിൽ തൊടുന്ന സമയത്തും പല്ലിൽ നിന്ന് ബ്ലീഡിങ് വരിക, അതുപോലെ തന്നെ നമ്മുടെ പല്ലിന്റെ മോണ ഭാഗത്ത് അമിതമായിട്ട് ചുവപ്പും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പോലെ വരികയും രക്തസ്രാവം ഉണ്ടാവുകയും ഒക്കെ ഈ ഒരു സ്കർവിയുടെ സിംറ്റംസ് ആണ്. ഈ ഒരു സ്കർവി പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. അയണിന്റെ അബ്സോർപ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ വിറ്റമിൻ സി വേണമെന്ന് പറഞ്ഞു. സോ വിറ്റമിൻ സി കുറവാണെങ്കിൽ അയണിന്റെ അബ്സോർപ്ഷൻസ് കുറയുകയും നമുക്ക് അനീമിയ അഥവാ വിളർച്ച പോലത്തെ കണ്ടീഷൻ വരുവാനും ചാൻസസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ചർമ്മം വളരെയധികം ഡ്രൈ ആകുകയും ചർമ്മത്തിൽ കുരുക്കൾ പോലെ വരികയും ഭയങ്കര ഡ്രൈ ആവുകയും അതുപോലെ തന്നെ പല പാടുകളും രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. സ്കിന്ന് വളരെ ഡൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഖമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും ഇതിന്റെ മറ്റൊരു സിംറ്റമാണ്. കണ്ണിന് അമിതമായിട്ട് ഡ്രൈനെസ്സും കണ്ണിന് മങ്ങലും ഈ ഒരു വിറ്റമിൻ സിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെയധികം കുറയുകയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പനിയും ജലദോഷവും കഫക്കെട്ടും വരുന്നതും ഈ ഒരു വിറ്റമിൻ സി ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാന സിംറ്റമാണ്. അത് കൂടാതെ തന്നെ ചിലരിൽ ഡിപ്രഷന്റെ സിംറ്റംസും ഈ ഒരു വിറ്റമിൻ സി ഡെഫിഷ്യൻസി മൂലം നമ്മൾ കാണാറുണ്ട്. മുതിർന്നവർക്ക് ഒരു 65 to 90 മില്ലിഗ്രാം മാത്രമാണ് നമുക്ക് ദിവസേന ഒരു വിറ്റമിൻ സി നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ 51 മില്ലിഗ്രാം നമുക്ക് ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ദിവസേന ഒരു 2 ഓറഞ്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ്. കൂടുതലായിട്ടും വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പേരക്കയിൽ ധാരാളമായിട്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കിവിയില്, സ്ട്രോബെറിയില്, അതുപോലെ തന്നെ പപ്പായ, പൈനാപ്പിൾ,
ഓറഞ്ച്, നാരങ്ങ, മാങ്ങ, മുന്തിരിയിലും ഉണക്ക മുന്തിരിയിലും ഒക്കെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രോക്കോളിയിൽ ധാരാളമായിട്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ചീരയിലും തക്കാളിയിലും ക്യാപ്സിക്കത്തിലും കുറഞ്ഞ അളവിൽ ക്യാബേജിലും ഒക്കെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നെല്ലിക്കയിലും ധാരാളമായിട്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നതാണ്. തീരെ വിറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വേണമെങ്കിൽ വിറ്റമിൻ സിയുടെ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. ഒരു 500 മില്ലിഗ്രാമിന്റെ സപ്ലിമെന്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. മാക്സിമം നമുക്ക് ഒരു 1000 മില്ലിഗ്രാം സപ്ലിമെന്റ്സ് വരെ നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് എടുക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ അമിതമായിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടുള്ളതല്ല. രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ബെനിഫിറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് പലരും ഈ ഒരു വിറ്റമിൻ സി അധികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വിറ്റമിൻ സി അധികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ പല സൈഡ് എഫക്റ്റുകളും കാണിക്കാറുണ്ട്. പല ശാരീരിക അസ്വസ്ഥതകളും വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കിഡ്നി സ്റ്റോൺ പോലത്തെ അസുഖങ്ങൾ വരുവാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വയറിളക്കം, അതുപോലെ തന്നെ വയറുവേദന, ഛർദി, ഓക്കാനം എന്നിവയൊക്കെ ഈ ഒരു വിറ്റമിൻ സി അധികമായിട്ട് കഴിക്കുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഉറക്കക്കുറവും അതുപോലെ തന്നെ തലവേദനയും ഒക്കെ ഇതുമൂലം നമുക്ക് അമിതമായിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഫുഡിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കഴിച്ചാൽ തന്നെ നമുക്കത് ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു സപ്ലിമെന്റ്സ് എടുക്കാൻ പാടുള്ളതല്ല. വിറ്റമിൻ സിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു അറിവ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.